പുറത്തുള്ള രാജ്യങ്ങളുടെ ഗവൺമെൻറ്റൊക്കെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് കൊടുക്കും. ഗവൺമെൻറ് തന്നെ സെറ്റ് ചെയ്യുമെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റും അതേ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഒരു മിനി ഓഫ് റോഡ് എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ പല സ്ഥലത്തുള്ള റോഡുകൾ. ഈ വണ്ടിയിൽ പവർ ലാഗ് എനിക്ക് ആദ്യമേ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഹീറോ Xpulse200 bs6 ഒരു റൈഡ് എക്സ്പീരിയൻസ് ആയിട്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ മോട്ടോർ സൈക്കിൾ റിവ്യൂസും മോട്ടോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയും കയറും ചെക്ക് ചെയ്യുക. അപ്പം എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ആദ്യം തന്നെ എനിക്ക് ഈ ഒരു ബൈക്ക് ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ ഇമ്പൾസ് ആയിരുന്നാലും എക്സ്പൾസ് ആയിരുന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്. ആ ഒരു മഡ് ഫ്ലാപ്പ് അങ്ങനെ ഫ്രണ്ട് സൈഡിൽ വന്നിരിക്കുന്നുണ്ട്. നമുക്കൊരു ഡേർട്ട് ബൈക്കിൻ്റെ ഒക്കെ ഒരു ലുക്കായിട്ട് തോന്നിപ്പോവും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് നോക്കണമെങ്കിൽ ഞാൻ ഇൻഡെപ്ത് ആയിട്ട് സ്പെക്കും കാര്യങ്ങളൊന്നും പറയാനില്ല. ഫ്രണ്ട് ആ ഒരു റൗണ്ട് ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഹെഡ്ലൈറ്റ്സ് ആണെന്നാണ് ഞാൻ ഓണറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ നമുക്ക് സീറ്റിങ്ങിൻ്റെ ഭാഗത്തോട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ലോങ് റൈഡൊക്കെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജെൽ സീറ്റ് വെച്ച് കൊടുത്ത് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ബാക്ക് ടൈൽ ലൈറ്റിൻ്റെ സെക്ഷനൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ ഒരു എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാക്കിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ബാക്കിലെ പില്ലിയനും കാര്യങ്ങളൊക്കെ ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് വണ്ടിയിൽ കയറി സംസാരിക്കാം. അപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കുമ്പോഴത്തേനും നിങ്ങളൊരു ഷോർട്ട് റൈഡർ ആണെന്നുണ്ടെങ്കിൽ കയറിയിരിക്കുമ്പോഴത്തേനും എനിക്ക് അത്യാവശ്യം ഹൈറ്റ് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ബട്ട് ഒരു ഷോർട്ട് റൈഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മീറ്റർ കൺസോളാണ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ മീറ്റർ കൺസോൾ നമുക്ക് നാവിഗേഷനും കമ്പനി അവൈലബിൾ ആക്കുന്നുണ്ട്. പിന്നെ ബാക്കി സ്വിച്ചസും കാര്യങ്ങളൊക്കെ നോർമൽ ബൈക്സിൽ വരുന്ന കണക്ക് തന്നെയാണ്. പിന്നെ ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബൈക്കിൽ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ടാണ് ഇരിക്കുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് ഈ ഒരു വണ്ടിയുടെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനൊക്കെ വരുന്നത്. ഇപ്പോൾ ഒരു ലോങ് ടൂർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് ഈ ഒരു പൊസിഷൻ, ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ. പിന്നെ ലോങ് റൈഡ് പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ഏരിയ കവർ ചെയ്യുന്ന ഒരു വലിയ വിൻഷീൽഡ് വെച്ചിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല വിൻ ബ്ലാസ്റ്റിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പം വണ്ടി ഓടിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വണ്ടിയുടെ എൻജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ പവർ ലാഗ് എനിക്ക് ആദ്യമേ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു ഈ വണ്ടിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പവർ ലാഗ് വരുന്നത്. ഒരു 200cc എഞ്ചിനാണ്, പക്ഷേ ബാക്കിയുള്ള 200cc എഞ്ചിന് തരുന്ന ഒരു പവർ ഫീലും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നി. ഈ വണ്ടിയല്ല ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത്, എൻ്റെ വേറൊരു കൂട്ടുകാരൻ എടുത്ത വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത്. ഇതിപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ളൂ. ഈ ഒരു വണ്ടി ഇറങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ച ആവത്തേ ഉള്ളൂ. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ പവർ വന്നിട്ട് നമുക്ക് ബോട്ടം എൻഡിൽ നമുക്ക് കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു മിഡ് റേഞ്ച് ഒരു ടോപ്പ് എൻഡൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 200 സെഗ്മെൻറ്റ് ബൈക്ക് തരുന്നൊരു ഫീൽ ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ലോജിക്ക് ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അറിവിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇങ്ങനത്തെ ഈ Xpulse എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിൾ നമ്മൾ മെയിൻലി കമ്പനി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു ഓഫ് റോഡ് പർപ്പസ് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ സ്പോർട്ട് ബൈക്ക് എന്നുള്ള രീതിയിലാണ് വണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ത്രോട്ടിലൊന്ന് മിഡ് RPMത്തിലോട്ട് കയറ്റി പിടിക്കുള്ളൂ. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പവർ ആവശ്യം മിഡ് RPMത്തിലോട്ടായിരിക്കും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു വണ്ടിയുടെ എൻജിൻ ആ രീതിയിൽ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഒരു മിഡ് RPM ആകുമ്പോഴാണ് ഈ വണ്ടിക്ക് കറക്റ്റ് ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു 200cc മോട്ടോർ സൈക്കിളിൻ്റെ പവർ കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു 4000 RPM കഴിയുമ്പോഴാണ്. അതൊരു മിഡ് RPM റേഞ്ചിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു പവറും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പം ഒരു ഓഫ് റോഡ് പർപ്പസിന് വേണ്ടി ബിൽഡ് ചെയ്തൊരു മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു രീതിയിൽ ഈ ഒരു വണ്ടിയുടെ പവർ ഫീൽ ചെയ്യുന്നത്. പിന്നല്ല
ഒരു വണ്ടിയുടെ സസ്പെൻഷൻ്റെ ഭാഗത്തോട് എടുത്ത് നോക്കണമെങ്കിൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് സൈഡിലാണ് ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ ഇരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഈ ഹമ്പൊക്കെ ഇങ്ങനെ ചാടി ഇറങ്ങുമ്പോഴത്തേനും സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുന്നല്ലാതെ വലിയ എൻ്റെ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഈ ഹമ്പൊക്കെ പയ്യെ ഇറങ്ങാറ്റുള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ തന്നെ നമുക്ക് ഹമ്പൊക്കെ ചാടി ഇറങ്ങാൻ പറ്റും. അത്യാവശ്യം ഗട്ടറൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അറിയാതെ ഗട്ടറാണെന്ന് പോലും അറിയാതെ നമുക്ക് ഈ ഒരു വണ്ടി കയറി പോകുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തോട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് സിംഗിൾ ചാനൽ ABS ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ടിൽ മാത്രമാണ് ABS വരുന്നത്. അതൊരു അഡ്വഞ്ചർ സ്പോർട്ട് ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് ABS അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു സിംഗിൾ ചാനൽ ABS തന്നെ ഈ ഒരു വണ്ടി പിടിച്ചു നിർത്താൻ പറ്റും. അത്യാവശ്യം ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെ പിടിച്ചു നിർത്താനുള്ള ബ്രേക്കിംഗ് ഒക്കെ ഈ ഒരു വണ്ടിയിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കുഴപ്പമില്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ റൈഡ് ഫീൽ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു കുതിരയുടെ പുറത്തിരുന്ന് ഇങ്ങനെ പോകണമെന്നൊക്കെ തോന്നും. അത്യാവശ്യം സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റും. ഈ ഒരു വണ്ടി നമുക്ക് ഈസിലി ഒരു ടൂറിങ് വണ്ടിയായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം റീസെൻ്റ്ലി ഹീറോയുടെ തന്നെ Xpulse 200 എന്തോ ഒരു ടൂറിങ് മോട്ടോർ സൈക്കിൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. Xpulse കണ്ടെന്ന് പറഞ്ഞിട്ടൊരു ടൂറിങ് മോട്ടോർ സൈക്കിൾ ഇറങ്ങിയിട്ടുണ്ട്. റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള വണ്ടി. അപ്പം പക്ഷേ ഈ വണ്ടിയും നമ്മുടെ Xpulse 200 ഈസിലി നമുക്കൊരു ടൂറിങ് മോട്ടോർ സൈക്കിളായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അത്രയ്ക്ക് കംഫർട്ടബിൾ ആണ്. ഒരു സീറ്റ് ഞാൻ പറഞ്ഞ കണക്കിന് ജെൽ സീറ്റ് ആക്കി കൊടുത്ത് ഒരു നല്ലൊരു വിൻവൈസറും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാൻഡിൽ ബാർ റേസറും കൂടെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നമുക്കൊരു ടൂറിങ് മോട്ടോർ സൈക്കിളായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വണ്ടിയുടെ ക്ലച്ച് വീൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് സൈഡിലാണ് ഈ വണ്ടിയുടെ ക്ലച്ച് വീൽ ഇരിക്കുന്നത്. പിന്നെ ഗിയർ ബോക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസാണ് വരുന്നത്. ഇതുവരെ എനിക്ക് ഫോൾസ് ന്യൂട്രൽസും കാര്യങ്ങളൊന്നും വീഴുന്നിട്ടില്ല. സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗിയർ ബോക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പാവം ഒരു ഗിയർ ബോക്സ് ആണ്. ഫ്യൂൽ എഫിഷ്യൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫ്യൂൽ കിട്ടുന്നുണ്ട്. കറക്റ്റ് മൈലേജും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഒരു ആവറേജ് മൈലേജ് ഞാൻ ഇവിടെ ഒരു റൈറ്റിങ്സിൽ കൊടുക്കാം. പുറത്തുള്ള രാജ്യങ്ങളുടെ ഗവൺമെൻറ്റൊക്കെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് കൊടുക്കും. ഗവൺമെൻറ് തന്നെ സെറ്റ് ചെയ്യുമെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റും അതേ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഒരു മിനി ഓഫ് റോഡ് എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ പല സ്ഥലത്തുള്ള റോഡുകളും. അപ്പം അങ്ങനെയുള്ള റോഡുകളിൽ ഞാൻ എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മൾ ഗവൺമെൻറ് തന്നെ ചെയ്തിട്ടുള്ള മിനി ഓഫ് റോഡുകളിൽ ഈ ഒരു വണ്ടി കൊണ്ടുപോയ സാഹചര്യത്തിൽ എനിക്ക് വളരെയധികം ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു. കാരണം ആ ഗട്ടറുകളും ഒന്നും ഞാൻ അറിയുന്നില്ല. ഈ ഒരു വണ്ടി നല്ല ഫൺ ബൈക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബൈക്കും കൂടെയാണ്. ഇപ്പം നിങ്ങളൊരു ഓഫീസിലൊക്കെ പോകുന്ന പർപ്പസിനാണ് ഈ ഒരു വണ്ടി എടുക്കുന്നത്, ഡെയിലി കമ്മ്യൂട്ടിംഗ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വണ്ടി സുഖമായിട്ട് എടുക്കും. കാരണം നിങ്ങൾക്കൊരു ഡെയിലി ഫൺ ബൈക്കായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഈ റോഡിലുള്ള സെമി ഓഫ് റോഡ് അല്ലാന്നുണ്ടെങ്കിൽ മിനി ഓഫ് റോഡൊക്കെ നമുക്ക് സുഖമായിട്ട് കയറി പോകാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ 1-2 തവണ മാത്രമാണ് റൈഡും കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന ആളാണ്, ദിവസം കോളേജിൽ പോകണം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീക്കെൻഡ്സിൽ റൈഡ് വരും, അതിന് പോകണം, അത്യാവശ്യം മൈലേജ് വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയിലോട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ വണ്ടി അടിപൊളിയാണ്. അതിനൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഈ ഒരു വണ്ടിയുടെ എൻ്റെ റൈഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരുടെ കമൻറ്റ്സും ഞാൻ വായിക്കും, എല്ലാവരുടെ കമൻറ്റ്സിനും ഞാൻ റിപ്ലൈ ചെയ്യും. പിന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കയറിയതിനു ശേഷം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്തതിനു ശേഷം ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലോ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിടുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സ്പ്രെഡ് ലവ്, സ്പ്രെഡ് പീസ് ഗൈസ്. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ബൈ ബൈ.